ഈ ക്രിസ്മസിന് വളരെ സ്പെഷ്യലായിട്ട് നല്ല മൊഞ്ചിൽ കൊതിയൂറുന്ന ഒരു ചെമ്മീൻ പെരട്ട് വിളമ്പിയാലോ നമുക്ക്. കഴിച്ചാലും മതിയാവാത്ത ഈ ചെമ്മീൻ പെരട്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഒരു കിലോ ചെമ്മീനാണ് നമ്മളിവിടെ ഈ പെരട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള ചെമ്മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഇവിടെ കാണുന്ന എല്ലാം. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി. ഇതിൽ മെയിനായിട്ടും നമ്മൾ ചേർക്കുക ചെറിയുള്ളിയാണ്. ചെറിയുള്ളി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇഞ്ചി, കറിവേപ്പില. പിന്നെ നമ്മുടെ ചെറിയുള്ളി എല്ലാം തന്നെ തോല് കളഞ്ഞിട്ട് ചെറിയ സൈസായിട്ട് കട്ട് ചെയ്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു. എന്നിട്ട് അതും നമ്മൾ നീളത്തിലാണ് മുറിക്കുന്നത്. അതും നീളത്തിലാണ് മുറിക്കേണ്ടത്. കണ്ടില്ലേ, ചെറിയുള്ളിയൊക്കെ ഒരു നീളത്തിലായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞെടുക്കണം. 4-5 പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു വലിയ തക്കാളി എടുക്കുക. പച്ചമുളക് നമ്മളിങ്ങനെ സ്ലൈസ് ആക്കിയിട്ടെടുത്തു. തക്കാളി ഇതുപോലെയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടത് കടുക്, അതുപോലെ ഉലുവ, മുളക് പൊടി 3 ടീസ്പൂണാണ് മുളക് പൊടി എടുക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയാണ്. ഇതിൽ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉണ്ട്. അവസാനം നമ്മളതിൽ കുറച്ച് ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അവസാനം ചേർക്കാനാണ്. 1 കപ്പ് തേങ്ങ നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാലായിട്ട് എടുക്കും. പിന്നെ ഒരു പാന് വയ്ക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇങ്ങനത്തെ എല്ലാ വിഭവങ്ങൾക്കും വെളിച്ചെണ്ണ തീർച്ചയായിട്ടും വേണം. അതിലേക്ക് കടുകിടുക. കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ നമ്മുടെ ഉലുവയും കൂടെ അതിലേക്കിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നീട് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തു. ഇഞ്ചി ചേർത്തു. എന്നിട്ട് നന്നായിട്ട് അതിനെ കുറച്ച് ബ്രൗണിഷ് ആക്കിയിട്ട് മാറ്റുക. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, അത് സ്മെല്ല് പോകുന്നവരെ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചെറിയുള്ളി എടുക്കാം. നമ്മൾ ഇഷ്ടംപോലെ ചെറിയുള്ളി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ രുചി. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളറ് നമുക്ക് കിട്ടും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല രസമുള്ളൊരു നല്ല രുചിയുള്ള ഒരു സാധനമാണ് ഈ ചെമ്മീൻ പെരട്ടെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു കളറ് വരുമ്പോൾ നമ്മുടെ മുളക് പൊടി 3 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റി അതിൻ്റെ ശേഷം നമ്മളുടെ കയ്യിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നു. 1 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം തക്കാളി ഇടും. തക്കാളി അതിൻ്റെ ശേഷമാണ് ഇടുന്നത്, കാരണം നമുക്ക് ആ മസാലയുടെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ട് തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. നല്ലൊരു റെഡിഷ് കളറാണ് നമുക്കിപ്പോൾ കിട്ടുക, നല്ല ഭംഗിയുള്ള. അങ്ങനെ വഴഞ്ഞതിന് ശേഷം നമ്മളിതിനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു സൈഡിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾക്കിങ്ങനെ കുറച്ചൊരു പരന്ന പാത്രമായിരിക്കണം. എന്നിട്ട് ഒരു സൈഡിലേക്ക് അതിനെ മാറ്റിയതിൻ്റെ ശേഷം മറ്റൊരു സൈഡിൽ നമ്മുടെ ചെമ്മീനിടുക. എന്നിട്ട് രണ്ടും അപ്പുറവും ഇപ്പുറവുമായിട്ട് 2 സൈഡിലായിട്ടാണ് ഇത് വെന്ത് കിട്ടുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പിങ്ക് കളറാവില്ലേ, ആ പിങ്ക് കളറാവുമ്പോൾ നമ്മൾ അതിനെ അങ്ങോട്ട് മറിച്ചിടുക. അങ്ങനെ നമ്മുടെ ചെമ്മീൻ്റെ ആ ഫ്ലേവർ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ മസാലയിലേക്കൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കും. അതാണ് 2 സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നോക്കിയാൽ ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ലൊരു കളറാണ് നമുക്ക് കിട്ടുക. നമ്മുടെ ആ ചെമ്മീൻ ഇങ്ങനെ നന്നായിട്ട് ഒരു കളറ് വരും. അങ്ങനെ ഒരു പിങ്ക് കളർ വരുമ്പോൾ കുറച്ച് സമയം എടുക്കും, ഒരു 2 മിനിറ്റൊക്കെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കറിവേപ്പില നന്നായിട്ട് തന്നെ ചേർക്കുക. കാരണം ഇതൊരു നാടൻ കറിയാണ്, മുത്തശ്ശിമാരുടെയൊക്കെ കറിയാണ്. അപ്പം നല്ല ഒരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കുറച്ച് തേങ്ങാപ്പാലും ഒക്കെ ചേർക്കുന്നുണ്ട്. നല്ല രുചിയായിട്ട് നമുക്ക് ഈ കറി അവസാനം കിട്ടും. എന്നിട്ട് പിങ്ക് കളറൊക്കെ ആയി ചെമ്മീൻ നന്നായിട്ട് വെന്തുന്ന് തോന്നുമ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കും. ഇനിയും ഇതിൽ ഒരു കുഞ്ഞു സൂത്രപ്പണി കൂടെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മളൊരു കുഞ്ഞു കിണർ പോലെ അവിടെ ഒരു കുഴി ഉണ്ടാക്കും.
എന്നിട്ട് ആ കുഴിയിലേക്കാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ 1 കപ്പ് തേങ്ങയില്ലായിരുന്നു, അതുകൊണ്ട് നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആ മിഡിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള ആ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ മെല്ലെ മെല്ലെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ മിക്സായിട്ട് സ്പ്രെഡായിട്ട് വരും. പിന്നീട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. അപ്പോൾ കാണുമ്പോൾ നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നല്ലൊരു കളറാണെന്ന്. ഇത് കുറച്ചും കൂടെ സമയം കഴിയുമ്പം എല്ലാം വറ്റി വരുമ്പോൾ കുറച്ചുകൂടെ ഗോൾഡൻ ബ്രൗൺ ആവും. പിന്നീട് ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ കുരുമുളക് പൊടിയില്ലേ, ആ കുരുമുളക് പൊടിയും കൂടെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ മാറി മാറി കളറ് ചേഞ്ചായിട്ട് കണ്ടോ, നല്ലൊരു കളറായില്ലേ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എല്ലായിടത്തേക്കും ഉപ്പൊക്കെ ഒന്ന് ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മിക്സാക്കുക. ആ മിക്സാക്കും തോറും, ആ സമയം എടുക്കും തോറും അതിൻ്റെ കളറിങ്ങനെ ചേഞ്ചായിട്ട് നല്ല രസത്തിൽ വരും. എങ്ങനെ ഉണ്ട് ഇപ്പോൾ കാണാൻ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഉണ്ടായിരുന്നില്ലേ, അത് ഇതിൻ്റെ മേലെ ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കറിവേപ്പിലയും ഇനി വേണമെങ്കിൽ ഇഷ്ടം പോലെ ഇടാം, കറിവേപ്പില ഇടുക. എന്നിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ തലോടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഒന്നും പറയാനില്ല, നല്ല രുചിയാണ്. കഴിച്ചാലും നമ്മൾ നിർത്തില്ല. ഡിസംബറിൽ ഇങ്ങനെ നല്ല തണുപ്പത്ത് കഴിക്കാൻ പറ്റിയതും അതുപോലെ ക്രിസ്മസിനൊക്കെ നമ്മുടെ അതിഥികൾക്ക് വിളമ്പാൻ പറ്റിയതൊക്കെ ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു ഡിഷാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇന്നിവിടെ ദോശയുടെ കൂടെയാണ് ഇത് കഴിച്ച് നോക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളൊരു കോരി എടുത്തിട്ട് ഒരു കോരി ചെമ്മീൻ പെരട്ട് അതിലേക്കിട്ടു. എന്നിട്ട് ദോശയുടെ ഒരു പീസ് എടുത്ത് നന്നായിട്ട്, വലിയ ചെമ്മീനാണ്, അതൊക്കെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചി നിങ്ങൾ കഴിച്ചിട്ട് എന്നെ അറിയിക്കണം. അത്രയും രസമാണ്, നല്ല രസമാണ്. ചെമ്മീനൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടാണുള്ളത്. ഇത് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു വിഭവമാണ്. ചോറിൻ്റെ കൂടെ നല്ല രുചിയായിരിക്കും, വേറെ ഒന്നും വേണമെന്നില്ല. ഇതും ചോറും കഴിച്ചാൽ തന്നെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ സമൃദ്ധമായിട്ട് ഇരിക്കും. സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്ന കാര്യം തന്നെ ഞാൻ മറന്നുപോയി ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അത്ര രസമാണ്, ശരിക്കും പറയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് എന്നെ അറിയിക്കുക. കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല രുചിയുള്ള നല്ല ഭംഗിയുള്ള ആഘോഷങ്ങളിൽ വിളമ്പാൻ പറ്റിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.